പരിശോധനകൾ കർശനമാക്കുമ്പോഴേ നമ്മുടെ വിഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതിരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇല്ലാതിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരിശോധനകൾ ശക്തമാക്കുമ്പോഴേക്കും അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് ഉടനിക്കാൻ സാധിക്കില്ല. അതിഥി തൊഴിലാളികൾക്ക് മതിയായ രേഖകളോട് ഇവിടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാവർക്കും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നൽകേണ്ട എല്ലാ പൂർണ്ണ സംരക്ഷണവും ഒരുക്കും. അതോടൊപ്പം തന്നെ അവരുടെ മറവിൽ മറ്റു രാജ്യത്തെ പൗരന്മാർ നുഴഞ്ഞു കയറി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് ശക്തമായിട്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റം നടന്നതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിൽ തമ്പടിച്ചിരുന്ന ബംഗ്ലാദേശികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു. ഇവരിൽ ഒരു ഭാഗം തിരുവനന്തപുരത്തും എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് കെട്ടിട നിർമ്മാണം, ഹോട്ടൽ, സ്പാ തുടങ്ങിയ മേഖലകളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. ഇവരെ കണ്ടെത്തുക തങ്ങളുടെ ദൗത്യമാണ് എന്ന് വി രാജേഷ് പറയുന്നു. ബംഗ്ലാദേശികളെ കണ്ടെത്താൻ ലേബർ കോൺട്രാക്റ്റുമാരുടെ യോഗം വിളിക്കും. അതിഥി തൊഴിലാളികളായി കേരളത്തിലേക്ക് തിരികെ എത്തിയവരിൽ വലിയൊരു വിഭാഗം ബംഗ്ലാദേശികളുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ ചില കേന്ദ്രങ്ങൾ ഉയർത്തിയിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അടക്കം ഇത് ബാധിക്കുമെന്നാണ് വി രാജേഷ് പറയുന്നത്. ഗുരുതരമായ രോഗം പിടിപെട്ട പലരുമുണ്ട് ഇക്കൂട്ടത്തിൽ. അവർ ഹോട്ടൽ മേഖലയിലും മറ്റ് മേഖലകളിലുമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. നാടിന്റെ സുരക്ഷാ പ്രശ്നമാണിവർ. ഇവരുടെ ഭാഗത്തു നിന്ന് പലയിടങ്ങളിലും ക്രൂര കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു. ലേബർ ക്യാമ്പുകളിൽ അടിയന്തര പരിശോധന നടത്തും. ഹോട്ടലുകളും സ്പാകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധനകളുണ്ടാവും. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിലും ശക്തമായ പരിശോധനകൾ നടക്കും. ഹോട്ടൽ ജീവനക്കാർ എന്ന പേരിൽ അനധികൃതമായി ബംഗ്ലാദേശികൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് വി രാജേഷ് പറയുന്നത്. ചില സ്പാകളിൽ ബംഗ്ലാദേശി വനിതകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇത്തരം പരിശോധനകൾക്ക് വേണ്ടി നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡിനെ വിന്യസിക്കുമെന്നാണ് വി രാജേഷ് പറയുന്നത്. വി രാജേഷിന്റെ മാധ്യമ സമ്മേളനം കഴിഞ്ഞയുടൻ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോകുന്നു എന്ന മറ്റൊരു വാർത്തയും. കോർപ്പറേഷൻ ഇക്കാര്യങ്ങളിൽ ചില പരിമിതികളുണ്ട്. എങ്കിലും കോർപ്പറേഷൻ ഈ പ്രശ്നത്തിൽ ശക്തമായി ഇടപെടുമെന്നാണ് ഇപ്പോൾ വി രാജേഷ് പറയുന്നത്. അടിയന്തരമായി ലേബർ കോൺട്രാക്റ്റുമാരുടെ യോഗം വിളിക്കും. ലേബർ ക്യാമ്പുകളിൽ ശക്തമായ പരിശോധന നടത്തും. രേഖകൾ പരിശോധിക്കും. ഹോട്ടലുകളിൽ അനധികൃതമായി ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുണ്ടോ എന്നതിലും വ്യക്തമായ പരിശോധന. നിയമവിധേയമായി ഇവിടെ കഴിയുന്ന അതിഥി തൊഴിലാളികൾക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കും. ശക്തമായ വാക്കുകളാണ് മേയർ വി രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് മാധ്യമപ്രവർത്തകർ കേട്ടത്. തിരുവനന്തപുരം നഗരം പൂർണ്ണമായി സുരക്ഷിതമാക്കുമെന്നാണ് മേയർ വി രാജേഷിന്റെ വാഗ്ദാനം. ബംഗ്ലാദേശികൾ അനധികൃതമായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ പോലീസിനെ ഏൽപ്പിക്കും എന്നാണ് വി രാജേഷിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഇങ്ങനെ. ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റം വന്നതിന് ശേഷം, ഭരണമാറ്റം വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കുറെ പേർ തിരിച്ചു പോയിട്ടുണ്ട് ആയിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ പലരും മറ്റു പല സ്ഥലങ്ങളിലും, ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിലും താവളമുറപ്പിക്കാനുള്ള പരിശ്രമം നടത്തി വരികയാണ്. അപ്പോൾ അതിഥി തൊഴിലാളികളുടെ മറവിൽ തിരുവനന്തപുരത്തും ചില സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുള്ളതായിട്ടുള്ള അറിവുകൾ വരുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിഥി തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന കൂട്ടത്തിൽ പലരോടൊപ്പവും ഇവരും വന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടിന്റെ സുരക്ഷയെ ബാധിക്കും, ആരോഗ്യ ഘടനയെ ബാധിക്കും. അപ്പോൾ അക്കാര്യങ്ങളിൽ കോർപ്പറേഷന്റെ ശക്തമായ നിരീക്ഷണവും ഇടപെടലും ഉണ്ടാകും. അതായത് ഇതിൽ പോലീസ് സംവിധാനം ഇടപെടേണ്ട ചില മേഖലകളുണ്ട്. കോർപ്പറേഷൻ ഇടപെടാൻ അവകാശവും അധികാരവുമുള്ള ചില മേഖലകളുണ്ട്. കോർപ്പറേഷന് ഇടപെടേണ്ട മേഖലകളിലൊക്കെ തന്നെ ഞങ്ങൾ വളരെ ശക്തമായി ഇക്കാര്യങ്ങൾ ഇടപെടും. അതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കോൺട്രാക്ടർമാരെ സപ്ലൈ ചെയ്യുന്ന ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിക്കും. അതിഥി തൊഴിലാളികളെ
കരാറുകാർക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലും ഒക്കെ തന്നെ കൊടുക്കുന്ന ലേബർ കോൺട്രാക്ടർമാരുണ്ട്. ആ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം കോർപ്പറേഷനിൽ വിളിക്കും. ആ യോഗത്തിൽ ലേബർ കോൺട്രാക്ടർമാർ സൂക്ഷിക്കേണ്ട രേഖകൾ, ആ രേഖകൾ നിങ്ങൾ പരിശോധിക്കും ആ യോഗത്തെ തുടർന്ന്. അതോടൊപ്പം തന്നെ ലേബർ ക്യാമ്പുകളിൽ പരിശോധന ശക്തമാക്കും. അവിടുത്തെ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അവിടെ പരിശോധിക്കേണ്ട രേഖകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോർപ്പറേഷന് പരിശോധിക്കാൻ അവകാശവും അധികാരവുമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശക്തമായ പരിശോധന നടക്കും. ഹോട്ടലുകളിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഹോട്ടലുകളിൽ ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ലേബർ ക്യാമ്പുകളിലും നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തവർ താമസിക്കുന്നുണ്ടോ അതിഥി തൊഴിലാളികളുടെ മറവിൽ എന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് മതിയായ രേഖകളോട് ഇവിടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാവർക്കും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നൽകേണ്ട എല്ലാ പൂർണ്ണ സംരക്ഷണവും ഒരുക്കും. അതോടൊപ്പം തന്നെ അവരുടെ മറവിൽ മറ്റു രാജ്യത്തെ പൗരന്മാർ നുഴഞ്ഞു കയറി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെ ശക്തമായിട്ട് കോർപ്പറേഷൻ പ്രതിരോധിക്കേണ്ട രംഗത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ പോലീസുമായി ഷെയർ ചെയ്യും, പോലീസിനെ അറിയിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നാടിന്റെ സുരക്ഷയുടെ തന്നെ ഒരു പ്രശ്നമാണ്. വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുന്നവർ ഏർപ്പെടുന്നതായിട്ടുള്ള വ്യാപകമായിട്ടുള്ള റിപ്പോർട്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ നടന്ന ഏറെക്കുറെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് അത് ചെയ്യുന്നത് പലരും. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട്. ഇതൊന്നും തിരുവനന്തപുരത്ത് നടക്കാൻ അനുവദിക്കില്ല. അതിന്റെ ഭാഗമായി കോർപ്പറേഷൻ ചെയ്യേണ്ട എല്ലാ പരിശോധനകളും ഞങ്ങൾ ശക്തമാക്കും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ റെയ്ഡ് ഉണ്ടാവും, നിരീക്ഷണം ഉണ്ടാവും. കിട്ടുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിക്കും. ചില സ്പാകളിൽ ബംഗ്ലാദേശായിട്ടുള്ള സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ചിലത് ഇന്റലിജൻസ് വിഭാഗത്തിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്പാകളും ഹോട്ടലുകളും ആണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ രണ്ടെണ്ണം. ഇതോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലും അതിഥി തൊഴിലാളികളോടൊപ്പം ഇവിടെ കടന്നുകൂടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് ലേബർ ക്യാമ്പുകളുടെ പരിശോധനയിലൂടെ ഞങ്ങൾ അത് ശക്തമായി പുറത്തു കൊണ്ടുവരും. ഈ ഒരു വിവരമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ റെയ്ഡും കാര്യങ്ങളും ശക്തമാക്കും എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ അറിയിക്കുന്നത്. കോർപ്പറേഷൻ പരിശോധിക്കേണ്ട രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾക്ക് സംശയം വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. പോലീസിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് കൂടുതൽ അധികാരവും അവകാശവും ഉണ്ട്, കോർപ്പറേഷനേക്കാൾ കൂടുതൽ മെഷീനറി ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന സംശയകരമായ കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽ പെടുത്തും. ബാക്കി കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്നലെ ഈ വിവരത്തിൽ ഇടപെടാൻ ഞങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ അതിന്റെ ആക്ടിവിറ്റി നടക്കുകയാണ്. എന്തായാലും മുഴുവൻ പേരെയും ഒരുപക്ഷെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിലും ലഭ്യമാകുന്ന ആൾക്കാരുടെ മീറ്റിംഗ് എത്രയും പെട്ടെന്ന് നടത്തും. ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതാ സ്ഥലങ്ങളിൽ യോഗം നടത്തുകയും അതാ സ്ഥലങ്ങളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തും. അല്ല, ഞാൻ പറഞ്ഞ ലഭിച്ച വിവരങ്ങളുണ്ട്. ഇപ്പൊ കൊല്ലത്തെ ഇൻസിഡന്റ് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ പരിശോധനകൾ കർശനമാക്കുമ്പോഴേ നമ്മുടെ വിഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാതിരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇല്ലാതിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പരിശോധനകൾ ശക്തമാക്കുമ്പോഴേക്കും അവരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് കൂടെ നിൽക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് അവർക്ക് പ്രത്യേക നിർദ്ദേശവും, ഞങ്ങൾക്കിപ്പോൾ സ്ക്വാഡുണ്ട്. കോർപ്പറേഷന് 4 സ്ക്വാഡ് എല്ലാ സമയവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ക്വാഡിന് ഇക്കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടണമെന്നുള്ള നിർദ്ദേശം കൊടുക്കും. കൊല്ലത്തെ 700 രൂപയ്ക്ക് ആധാറും റേഷൻ കാർഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്നാണ്
അല്ല, വലിയൊരു വാർത്തയാണ് ഇന്നലെ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം പോലീസിനാണുള്ളത്. രേഖകൾ തയ്യാറാക്കുക, അതൊക്കെ ഇടപെടാനുള്ള അധികാരം കോർപ്പറേഷനില്ല, പോലീസിനാണ് ഉള്ളത്. പോലീസ് അക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യും. ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നത് പ്രധാനമായിട്ട് ഹെൽത്ത് സെക്ടറിലാണ്. ആരോഗ്യ മേഖലയുടെ പരിശോധന ഞങ്ങൾ ശക്തമാക്കുക. അപ്പൊ ആ പരിശോധന നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ പോലീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം ഞങ്ങൾക്ക് വിളിക്കാം. അത് വിളിച്ച് അവരോട് ഓരോരുത്തരുടെയും കീഴിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ട്, അവരുടെ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ലേബർ ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും. അല്ല, ഇങ്ങനെ മറ്റു രാജ്യത്തെ പൗരന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാത്ത സാഹചര്യം സൃഷ്ടിക്കുമല്ലോ. രേഖകളില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ബാക്കി ഗവൺമെന്റ് നോക്കും. ബാക്കി സംസ്ഥാനം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോക്കും. ഇപ്പൊ ഞങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാനോ ഇങ്ങനെന്നുള്ള അധികാരാവകാശമൊന്നുമില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം കോർപ്പറേഷന്റെ വഹിക്കും. ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും. ബാക്കി ഗവൺമെന്റും പോലീസും. അല്ല, എവിടെ നിന്ന് എന്തൊക്കെ നിർദ്ദേശം ലഭിച്ചു എന്നുള്ളത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. എന്തായാലും ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രോപ്പർ ചാനലിൽ വരേണ്ട വിവരങ്ങൾ വരുന്നുണ്ട്. രാഷ്ട്രീയമായി ലഭിക്കേണ്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന എന്ന് തന്നെ വിളിച്ചോളൂ. ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതിഥി തൊഴിലാളികൾക്ക് ഏത് തരത്തിൽ കോർപ്പറേഷൻ അങ്ങനെയുള്ള രേഖകൾ കൊടുക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാണ് ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ച് അവരുടെ കൂടി അഭിപ്രായം തേടി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തരും അവരുടെ തൊഴിലാളികളുടെ ലിസ്റ്റ് തരേണ്ടി വരും. അവരുടെ സുരക്ഷാ കാർഡ് കർശനമാക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കണമെന്ന് കൂടുതൽ ചർച്ചകൾ വേണ്ടി വരും. മഴ വീണ്ടും ശക്തമാവുകയാണ്. ഒരു ദിവസം അതിനുശേഷം അതിനേക്കാൾ മഴയുണ്ടായി. ആ ദിവസം എന്താണെന്നുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ അരുണിന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ നടന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഉണ്ടാകാൻ പോകുന്ന മഴയുടെ വലിപ്പം, മുന്നൊരുക്കങ്ങൾ ഇന്നലെ ചേർത്ത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. 7-8 ഇന്ന് ഏതോ പത്രം, ഓരോ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, മാതൃഭൂമി, മനോരമ, ഏതോ എല്ലാത്തിന്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഉടമസ്ഥയിൽ തോടുകളുണ്ട്. അവരൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിംഗിൽ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗ് വന്നിരുന്നു. വിശദമായി ചർച്ച ചെയ്തു. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും അവരോരോ ഓർഡർ ഏറ്റെടുത്താൽ മതി. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് 8 ലോഡ് മാലിന്യം ഞങ്ങൾ ആദ്യം മാറ്റി. അത് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ യാമേഴഞ്ഞാൻ തോടില തകരപ്പറമ്പിനും പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിനും ഇടയ്ക്കുണ്ടായിരുന്ന സ്ഥലത്തുനിന്നും ജോയി മരണപ്പെട്ട സ്ഥലത്ത് മാറ്റി 8 ടിപ്പറിൽ ഞങ്ങൾ മാറ്റി. പക്ഷെ 156 ടിപ്പറിൽ പിന്നീട് മാറ്റിയത് മണലാണ്. 15 വർഷം കൊണ്ട് മാറ്റാതെ ആമേഴഞ്ചാൻ തോടിലും പർവ്വതപുത്രാന്റെ പല ഭാഗത്തും അടിഞ്ഞു കൂടിയ മണലാണ് മാറ്റിയത്. ഈ മണൽ കോർപ്പറേഷന്റെ പ്രശ്നം കൊണ്ടുണ്ടായ മാലിന്യമല്ല. ഈ മണൽ അടിഞ്ഞുകൂടി കിടന്നുകൊണ്ട് എന്താണ്, 2-3 മീറ്റർ വെള്ളം ഒഴുകേണ്ട ആ ബെഡിന്റെ ഹൈറ്റ് കൂടി. അപ്പൊ ഈ 1/2 മീറ്ററിൽ മാത്രം വെള്ളം ഒഴുകുന്നൊരവസ്ഥ വന്നു. 3 മീറ്റർ ആഴത്തിൽ വെള്ളം ഒഴുകേണ്ടത് 1/2 മീറ്ററിൽ ഒഴുകിയപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടായത്. ഞങ്ങൾ മണൽ കൂടുതൽ മാറ്റി. അപ്പോൾ മണൽ മാറ്റേണ്ടത് ആരാണ്, അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈ ചർച്ച, ഈ സിറ്റിംഗ്, ഈ ടീം തുടരാമെന്ന് പറഞ്ഞു. അപ്പൊ തുടർന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റും അവർ ഇപ്പൊ ഇൻലാൻഡ് നാവിഗേഷൻ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ അവരുടെ കരയിൽ പർവ്വതപുത്തനാറാണല്ലോ, ജീവിച്ചിരുന്നവരെയൊക്കെ തന്നെ കരയിൽ നിന്ന് മാറ്റി അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തു. ആ പ്രദേശമൊക്കെ തന്നെ അവരുടെ നിരീക്ഷണത്തിലാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ജോലി ചെയ്യുമ്പോഴേക്കും അത് പൂർത്തിയാകും. അതിനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചത്. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ഞങ്ങൾ എൻ്റെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി നായ്ക്കളെ
പാർപ്പിക്കാൻ വില്ലിങ്നെസ് പ്രകടിപ്പിക്കുന്നവരുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് എൻ്റെ സമയം. തിങ്കളാഴ്ച അത് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് NGO സെലക്ട് ചെയ്യും. അതായത് അവർക്ക് അതിൽ ആ ചർച്ചയിൽ കുറച്ച് സമയം ഞാൻ പങ്കെടുത്തിരുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ രേഖകൾ നോക്കിയിട്ടൊന്നുകൂടെ പറയാം. ഞാൻ അന്ന് ചോദിച്ചു, മനസ്സിലാക്കിയത് അവർക്ക് സ്വന്തമായിട്ട് ഷെൽട്ടർ ഇല്ല. അവർക്ക് കോർപ്പറേഷൻ ഫണ്ട് ചെയ്ത് ഷെൽട്ടർ നിർമ്മിക്കണം. അപ്പൊ ആ ഒരു നിയമ തടസ്സം ഞങ്ങൾക്കുണ്ട്. വേറൊരു പ്രോപ്പർട്ടിയിൽ കോർപ്പറേഷന് ഫണ്ട് ചെയ്ത് ഷെൽട്ടർ നിർമ്മിക്കുന്നതിൻ്റെതായ നിയമ തടസ്സമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ചർച്ച തുടരാമായിരുന്നു. ഞങ്ങൾ അവരോട് എനിക്ക് തോന്നുന്ന ഞാൻ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഷെൽട്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ചർച്ചകൾ തുടങ്ങാം. മറ്റൊരു ആളുടെ പ്രോപ്പർട്ടിയിൽ കോർപ്പറേഷന്റെ ഫണ്ട് മുടക്കി ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾക്ക് തടസ്സം വരും.